നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് മദ്യനിർമ്മാണ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പി കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടെന്ന CAG റിപ്പോർട്ടിനെയും തള്ളിപ്പറഞ്ഞു. 2016 മുതൽ LDF സർക്കാർ നടത്തിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടും UDFനെ വിമർശിച്ചുമായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങുന്നത് സർക്കാരിന്റെ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. 2003 UDF ഭരണകാലത്താണ് തൃശ്ശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം തുടങ്ങിയത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന CAG റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിയ മുഖ്യമന്ത്രി അസാധാരണ കാലത്തെ സ്വാഭാവിക നടപടിയെന്നാണ് വിശദീകരിച്ചത്. കോവിഡ് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം വെറും കണക്കുകൾ കണ്ടാൽ മനസ്സിലാവുകയില്ല. യാന്ത്രികമായി അക്കങ്ങൾ മാത്രം കൂട്ടി നോക്കുമ്പോൾ യഥാർത്ഥ വസ്തുത കാണാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. 2016-17 മുതൽ 6 വർഷത്തെ ഡാറ്റ എടുത്ത് മൊത്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കണക്കാക്കുകയാണ്. കോവിഡ് എന്ന അസാധാരണ കാലഘട്ടത്തിലെ നിരക്കും തീരുമാനങ്ങളും കോവിഡിന് മുൻപും പിൻപുമുള്ള കാലഘട്ടത്തിലെ നിരക്കുമായി ഇടകലർത്തി അവ്യക്തത സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിയെ ഒഴിവാക്കിയതിൽ അപാകതയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അമീറിനെ പോയി കണ്ടെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. എന്നെ കാണാൻ പലരും വരില്ലേ, ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയെ കാണാൻ വരില്ലേ? അതിലെന്താ വസ്തുത വരുന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ രീതി എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ എല്ലാവരുടെയും പോലത്തെ കാര്യങ്ങൾ അവർ വിശദീകരിക്കാറുണ്ടല്ലോ. നിങ്ങൾ വരണ്ടെന്ന് പറയും ആരെങ്കിലും. അതുകൊണ്ട് അവരോടുള്ള നിലപാടിൽ വ്യത്യാസമുണ്ടോ? എന്നെ കാണാൻ വന്നാൽ ഞാൻ കാണാൻ സമ്മതിക്കും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് പറയും. അതാണ് എൻ്റെ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിലെ മുഖ്യമന്ത്രിയുടെ മറുപടി 2 മണിക്കൂറിലേറെ നീണ്ടു. ഇന്ന് പിരിഞ്ഞ നിയമസഭ സംസ്ഥാന ബജറ്റിനായി ഇനി ഫെബ്രുവരി 7-നാണ് ചേരുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.